നമ്മൾ ഒരു ചെറിയ യാത്രയിലാണ്. ഒരു 4 ദിവസത്തെ വെക്കേഷൻ കിട്ടിയപ്പോൾ നമ്മൾ ഇത് കരുതി നമ്മുടെ റൂട്ടീൻ ലൈഫിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരെ ഒരു കൺട്രി സൈഡിൽ ഒരു ഫാം സ്റ്റേയിൽ പോയി താമസിക്കാമെന്ന്. കുറച്ച് പാക്കൊക്കെ ചെയ്ത് ഫുഡൊക്കെ കുറച്ചൊക്കെ കരുതി നീമോനെ എടുത്ത് വി വെന്റ് ഫോർ എ ഡ്രൈവ്. ഒരു 2 hours ഡ്രൈവ് ആയിരുന്നു. നല്ല ഗ്രാമങ്ങളിലൂടെയും ഹൈവേ കാഴ്ചകൾ, കൺട്രി സൈഡിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ഭംഗിയുള്ള സ്കൈസും നല്ല വിൻഡ്മിൽസും ഒക്കെയുള്ള നല്ല ഒരു ഡ്രൈവായിരുന്നു. ഇതാണ് നമ്മൾ താമസിച്ച ആ പ്രോപ്പർട്ടി. ഭയങ്കര ഭംഗിയുള്ള ഒരു കൺട്രി സൈഡ് ലൊക്കേഷൻ, ഒരു ഫാമിൻ്റെ നേരെ മുന്നിലുള്ള ഒരു ചെറിയൊരു സ്റ്റേ. നമ്മളവിടെ 4 ദിവസം സ്പെൻഡ് ചെയ്തു. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ സ്റ്റേ. ഈ ചെറിയ പ്രോപ്പർട്ടിയുടെ നേരെ മുന്നിൽ ഒരു ചെറിയൊരു ഫാം ഉണ്ടായിരുന്നു. ആ ഫാമിൽ കുറേ പശുവും ആടുകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം. ഈ ഫാമിന് നേരെ അപ്പുറത്ത് ഒരു ചെറിയൊരു ലേക്ക്. ആ ലേക്കായിരുന്നു ഈ സ്റ്റേയുടെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ്. നമ്മൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടായാലും പ്രത്യേകിച്ച് ഒരു സ്കെഡ്യൂളോ ഒരു റുട്ടീൻസ്, നോ അലാം ഒന്നുമില്ലാത്ത ഒരു 4 ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്തു. നീമോക്കായിരുന്നെങ്കിലും പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര സന്തോഷമായിരുന്നു. ഈ പെറ്റ്സിനെ പറ്റി നമ്മൾ ആലോചിച്ച് നോക്കിയാലുണ്ടല്ലോ, അവരുടെ ലൈഫിൽ അവർ കാണുന്ന ലോകം എന്ന് പറയുന്നത് നമ്മൾ കാണിച്ചാൽ മാത്രമേ അവർക്ക് ആ ലോകം കാണാൻ പറ്റുള്ളൂ. They see the world that you show them. നമ്മളിപ്പോൾ ചെറിയ ചെറിയ യാത്രകൾ പോയാലും വലിയ യാത്രകൾ പോയാലും മാക്സിമം നീമോനെ കൂട്ടിയാണ് നമ്മൾ പോകാൻ ശ്രമിക്കുന്നത്. ഈ സ്റ്റേയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലേക്കായിരുന്നു. നമ്മൾ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം എല്ലാം ഈ ലേക്കിലേക്ക് വരും. ഇവിടെ കുറേ സമയം ഇരിക്കും, ടൈം സ്പെൻഡ് ചെയ്യും. കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ നമ്മൾ ഇവിടെ ഇരുന്ന് എടുത്തിട്ടുണ്ട്. ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലം, ഒരു ചെറിയൊരു ലേക്കാണ്. ആ ലേക്കിന് ചുറ്റിനും ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ 3 പേരും മാത്രം. ഇവിടെ ഒരു ചെറിയൊരു ബോട്ടുണ്ട്. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഓണർ നമുക്കത് ഉപയോഗിക്കാനായിട്ട് തരും. പക്ഷെ നമ്മളത് ഉപയോഗിച്ചില്ല. ഭയങ്കര പീസ്ഫുള്ളായിരുന്നു ഇവിടെ കുറച്ച് സമയം ഇരുന്ന് ജസ്റ്റ് ബ്രീത്ത് ഫ്രഷ് എയർ. ഇത് സ്വീഡനിൽ കാണുന്ന ഒരു റാപ്സീഡിൻ്റെ ഫാമാണ്. ഇത് സ്പ്രിങ്ങിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇത് ഒരുപാട് നമ്മുടെ ഡ്രൈവിന് കൺട്രി സൈഡിലേക്ക് പോകുമ്പോൾ കാണുന്ന ഒരു ഫീൽഡാണ്. റാപ്സീഡ് ഓയിലാണ് ഇതിനകത്ത് നിന്ന് ഉണ്ടാക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതും നമുക്കിപ്പോൾ ഈ യാത്രയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി.
നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് യാത്ര ചെയ്യാണ്. ഒരുപാട് നല്ല നിമിഷങ്ങളും നല്ല മെമ്മറീസുമായിട്ടാണ് ഞങ്ങൾ തിരിച്ച് പോകുന്നത്. നല്ലൊരു സ്റ്റേക്കേഷൻ ആയിരുന്നു.